എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകി. ആലുവ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയത്. 7 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കേസിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, തിരുവാങ്കുളം സംഭവത്തിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ഈ പുതിയ സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതമാക്കും, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ്. ആലുവ ഡിവൈഎസ്പിയും പുത്തൻകുരിശ് ഡിവൈഎസ്പിയും അടങ്ങുന്ന അന്വേഷണ സംഘമാണ് ഇന്നലെ ഇപ്പോൾ ഈ കുട്ടിയുടെ പിതൃ സഹോദരനെ അടക്കം ചോദ്യം ചെയ്തത്. ഇന്നലെ ഇവരെ 3 പേരെ, കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കളായി 3 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ 2 പേരെ വിട്ടയച്ചു. പിതൃ സഹോദരനായ ഒരാളാണ് ായിട്ടുള്ളത്. ഇയാൾ കഴിഞ്ഞ 1.5 വർഷമായി കുട്ടിയെ അതിക്രൂരമായി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് അടക്കം ഇരയാക്കി എന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് എത്തിച്ചേരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിനിരയായി എന്ന കണ്ടെത്തലായിരുന്നു. ഈ കുട്ടി മരണപ്പെടുന്നതിൻ്റെ, കൊല ചെയ്യപ്പെടുന്നതിൻ്റെ തൊട്ട് തലേ ദിവസവും കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ കുട്ടിയെ 1.5 വർഷത്തോളമായി പീഡിപ്പിക്കുന്നു എന്ന വിവരം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പോക്സോ കേസും അതോടൊപ്പം തന്നെ ബാലനീതി നിയമപ്രകാരവും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. പ്രതിയെ അല്പസമയത്തിനുള്ളിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കോലഞ്ചേരി കോടതിയിൽ ഹാജരാക്കും. ഇതേസമയം കുട്ടിയുടെ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്നു. ആലുവ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. 7 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യും. ഇതിലേറ്റവും പ്രധാനമായും ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് ഈ കൊലപാതകവും പീഡനവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, ഈ പീഡന വിവരങ്ങൾ അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. സുധീഷ്, അതാണ് പ്രധാനം. അതായത് ഈ 3 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞതിനെ തുടർന്നാണോ അമ്മ കുട്ടിയെ കൊലപ്പെടുത്തിയത്? അതാണ് പ്രധാനം. അന്വേഷണ സംഘം അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? അനിൽ നമ്പ്യാർ, ഇതുവരെയും അന്വേഷണ സംഘം ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ഔദ്യോഗികമായി നൽകിയിട്ടില്ല. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരം, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ തന്നെ ഫോണിൽ ഈ അന്വേഷണ സംഘത്തെ ഡോക്ടർ ഈ വിവരം ഇത്തരത്തിൽ പീഡനത്തിനിരയായി എന്ന് അറിയിക്കുകയും അതേ തുടർന്ന് അമ്മയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെ സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. അതിൽ ചില നിർണായക സൂചനകൾ ലഭിക്കുന്ന വിവരം. ഇതേ സമയം ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ ഈ പ്രതി സമ്മതിച്ചിരിക്കുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് ഇക്കാര്യം അറിയായിരുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. എന്തു തന്നെയായാലും അത്തരമൊരു സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഇതിലെല്ലാം വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കുട്ടിയുടെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്യാനാണ്. സമയം തന്നെ കുട്ടിയുടെ വീട്ടിൽ, അതായത് കുട്ടി കഴിഞ്ഞിരുന്ന അച്ഛൻ്റെ വീട്ടിൽ, ആ അച്ഛൻ്റെ വീട്ടിലും അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിലും ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി അവിടെ നിന്നും നിർണായക വിവരങ്ങൾ ശേഖരിച്ചു എന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും പ്രതിക്ക് ലൈംഗിക വൈകൃതമുണ്ടെന്ന ഒരു അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കുട്ടിയുടെ നിരന്തരമുള്ള പീഡനവുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകൾ കൂടി അടിസ്ഥാനപ്പെടുത്തി നടത്തി ചോദ്യം ചെയ്യലിലാണ് കുറ്റസമ്മതം നടത്തിയത്. ആ കുറ്റസമ്മതത്തിലാണ് അതിക്രൂരമായിരുന്നു പീഡനം എന്ന് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മുറിവുകളുണ്ട്, രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ മൃഗീയമായി പീഡിപ്പിക്കുന്നു. അതെല്ലാം തന്നെ പീഡനം നടത്തുന്നത് സ്നേഹവാത്സല്യം പ്രകടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മറവിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബലാത്സംഗത്തിന് പുറമേ അടുത്ത ബന്ധുവായ ആൾ ആ ബന്ധം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന ലൈംഗിക അതിക്രമം എന്ന ഒരു കുറ്റം കൂടി അഡീഷണലായി ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും. അനിൽ നമ്പ്യാർ, എറണാകുളം തിരുവാങ്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കായി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകി. ആലുവ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയത്. 7 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കേസിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.